എന്താണമ്മ ഇത് കാണുന്ന പ്രേക്ഷകരോടും മക്കളോടും അമ്മയ്ക്ക് പറയാനുള്ളത്? അവര് എന്നെ എങ്ങനെ ചെയ്തു, അവർക്ക് ഇനി ഉള്ള തലമുറയ്ക്ക് ഇനി യാതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുക. അമ്മയുടെ മനസ്സാണ് തുറന്ന് പറയാണ്. ഇപ്പോഴും മക്കളെ ചൊല്ലിയിട്ട് ജീവിക്കും. മക്കളെ വിളിക്കാനായിട്ടും പറയാനും സങ്കടപ്പെട്ട് തന്നോട് ജീവിക്കുന്നത് ഞാൻ. ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചിട്ട്, അവർ വിളി കേൾക്കാൻ വേണ്ടി കൊതിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അവര് വരും, കാണും, എന്തെങ്കിലും പറയുന്നുള്ള പ്രതീക്ഷ. ഞാനും അങ്ങനെ ഇനി അവർക്ക് ഈ തലമുറയ്ക്ക് യാതൊന്നും ഉണ്ടാവരുതേ എന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുക. വരുന്ന പ്രതീക്ഷ കാത്തിരിക്കുക. കാണാഞ്ഞിട്ടും വർത്തമാനം അറിയാഞ്ഞിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഇപ്പോൾ. മക്കളെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സാറേ. അത്ര കഷ്ടത്തിലാണ് ഞാൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ലോ. ആരാൻ്റെ പണിയെടുത്ത് മക്കളെ വളർത്തിയുണ്ടാക്കി അവരെ നിലയ്ക്ക് എത്തിച്ചു തന്നെ. അപ്പം അവർ പറയണു ഞാൻ അവർ പണിയെടുത്താൽ ജീവിച്ചെന്ന് പറയണു. നമ്മൾ മക്കൾക്ക് വേണ്ടി അവരുടെ രക്തം, വിയർപ്പ് ഒക്കെ നമുക്ക് തന്ന് നമ്മളെ വളർത്തിയെടുത്ത് നമ്മളൊരു പക്വതയിലേക്ക് എത്തിക്കുമ്പോൾ അവരെ കൊണ്ട് തള്ളുന്ന, അന്തേവാസി കേന്ദ്രങ്ങളിൽ കൊണ്ട് തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. ഒരുപാട് കാഴ്ചകൾ കണ്ട് കഴിഞ്ഞ 21 വർഷക്കാലത്തോളം ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മഹേഷേട്ടൻ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അതൊന്നും തോന്നരുത്. ഞാൻ പല അന്തേവാസി കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്, ഇവിടെയും പലതവണയും വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊന്നും മുസ്ലിങ്ങളായ ഒരു ഉമ്മയും വാപ്പയും ഞാനിവിടെ കണ്ടിട്ടില്ല. എന്താണത്? അങ്ങനെ ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം എന്താ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളാത്തത്? അവരിൽ നിന്ന് നമുക്ക് എന്താണ് പാഠം കിട്ടുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് വരെ എന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ബാപ്പായും ഉമ്മയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല. ഒരു അനാഥ മന്ദിരവും കണ്ടിട്ടില്ല. അങ്ങനെ സംഭവം ഇല്ല. കാരണം അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവരെ പെറ്റു വളർത്തുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുക അവരുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് മുസ്ലിം. അതാണ്. അവര് കൈവിടില്ല. അവരെ എത്ര അധ്വാനിച്ചാലും ശരി, എത്ര അന്ന് നോക്കിയാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും മുമ്പെന്നില്ല മുസ്ലിം. അവരൊരു ജോലിക്കാരെ വെച്ച് ആ മാതാപിതാക്കളെ നോക്കാനോ അവരുടെ ഒരു ഹോം നേഴ്സിനെ വെക്കാനോ അവർ ശ്രമിക്കില്ല. അവർ തന്നെ നോക്കി അവരെ പരാലോകത്ത് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും, അത് അവർ ചെയ്യുന്നതാണ് മുസ്ലിങ്ങൾ. പക്ഷെ എന്റെ ഈ അനാഥാലയത്തില് ഒരു മുസ്ലിങ്ങളില്ല. കാരണം എന്റെ ഈ ഭവനത്തില് കംപ്ലീറ്റ് സപ്പോർട്ട് മുസ്ലിങ്ങൾ. സപ്പോർട്ട് ചെയ്യും. ഇവർക്ക് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ജാതി ഭേദമില്ലാണ്ട് അവര് അമ്മ അച്ഛന്ന് വിളിച്ചുകൊണ്ട് ആണ് ഈ ഭവനത്തിലേക്ക് കയറി. സഹായങ്ങൾ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ. മലപ്പുറം, അതെനിക്ക് കോഴിക്കോട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അമ്മമാരെ തേടിയത്. അതാണ് കാരണം ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ സംഭവം എന്ന് വെച്ചാല്, ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ താമസിക്കുന്നവര് ഒരുപാട് പേര്, ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അത് ജാതിയോ മതവും നോക്കാതെ ഈ സ്ഥാപനത്തെയും മഹേഷേട്ടനെ സഹായിക്കാൻ എത്തുന്നത് ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ. അവർക്കൊരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും. എന്തിനാന്ന് വെച്ചാൽ അവരിൽ നമുക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ളവരാണ്. എന്നുവെച്ചാല് ഈ പോയ അടുത്ത സമയത്ത് തന്നെ മലപ്പുറത്തുനിന്ന് ഒരു ലോഡ് അരിയും സാധനവും അതുങ്ങൾ അത്രയും ദൂരെന്ന് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് വളരെ കണ്ണ് നിറഞ്ഞിട്ടാ പോയി. വളരെ സന്തോഷമാണ്. അവർ തന്നിട്ട് അവർക്ക് ഇനിയും വരാം വന്ന് കാണാം എന്നുള്ള ഒരു നല്ല അഭിപ്രായത്തോടെയാണ് അവരൊക്കെ പോകുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു സഹായം ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പറയാൻ വാക്കുകൾ എനിക്ക് നിറഞ്ഞ എന്താ പറയാ കണ്ണില് എനിക്ക് പറയാനില്ല അവരെ കുറിച്ച്. തീർച്ചയായിട്ടും എന്റെ ഇക്കമാരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതെനിക്ക് ഇത്തമാരും എല്ലാം. അതാണ് ഈ കഴിഞ്ഞ മലപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, മുസ്ലിം മതം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഒരു ഖുർആൻ വാക്യം തന്നെയുണ്ട്, നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും കാലിനടിയിലാണ് നിന്റെ സ്വർഗം, നിന്റെ നരകം എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംരക്ഷിച്ചേ മതിയാകും. അതങ്ങനെ ചെയ്യണം. അങ്ങനെയുള്ള കുറെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരുപാട് മാതൃക ഉൾക്കൊണ്ട് മറ്റുള്ളവരും അത് അനുസരിച്ച് സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. മക്കളൊക്കെ ഇവിടെ? മക്കള് നാട്ടിലുണ്ട്. മകളെ കല്യാണം കഴിച്ചെടുത്ത് മണ്ണാർക്കാട് ഉണ്ട്. അവള് ഇതുവരെ ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അത് എവിടെയെന്ന് അവൾക്ക് അറിയില്ല, ജീവിച്ചിരിക്കണ്ടോന്ന് അവൾക്ക് അറിയില്ല. മകൻ ഇടയ്ക്ക് വിളിക്കും, വരും. മകൻ കൊണ്ടാക്കിയതാണ് ഇവിടെ.
അവിടെ 3 മക്കൾ പഠിക്കാൻ പോവാണ്. മരുമകൾക്ക് ജോലിയാണ്, മകന് ജോലിയാണ്. എന്നെ നോക്കാൻ ആളുടെ വയ്യാതെ കടന്നപ്പോൾ ബാത്റൂമിലൊക്കെ പോയാൽ മുട്ടുത്തി കൊണ്ടാണ് പോയിട്ട് റൂമിലേക്ക് ഇല്ല, നടക്കാൻ വയ്യായിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച, വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിണ്ടാക്കി. പിന്നെ അവസാനങ്ങളിലേക്ക് മക്കൾക്ക് നോക്കാൻ പറ്റാതെ. അല്ല, ഇവരൊക്കെ മക്കളൊക്കെ ഇതേപോലെ സുഖമില്ലാതെ കിടക്കുമ്പോഴും അവരെയൊക്കെ സംരക്ഷിച്ചിരുന്നില്ലേ അമ്മ? ആണ്ടേ അമ്മ അത് ചെയ്തു, അന്ന് ചെയ്തു. മക്കളെ നമുക്ക് ചെയ്യണ്ടേ? മക്കളെ നമ്മൾ നോക്കില്ലേ? അത് അമ്മമാരല്ലേ. ഇപ്പോഴും മക്കളെ വിളിച്ചില്ലെങ്കിൽ ഞാൻ കരഞ്ഞ് നടക്കിയിരിക്കും അവിടെ. എന്റെ മനസ്സിൽ അത്ര വേദനയുണ്ട്. മക്കളെ ഇപ്പൊ കൊറേ വിളിച്ചിട്ട് ഓണത്തിന്റെ മുമ്പ് വിളിച്ചതാണ്. അങ്ങോട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു. പയ്യ ആഴ്ച വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന് അറിയില്ല. വരുന്ന പ്രതീക്ഷിച്ച് കാത്തിക്കുക. കാണാഞ്ഞിട്ടും വർത്തമാനം അറിയാഞ്ഞിട്ടും സങ്കടപ്പെട്ട് കരഞ്ഞുകൂടി ഇരിക്കുക അവിടെ. ഇപ്പോ മക്കളെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് മക്കളെ ഉപേക്ഷിക്കാൻ കഴിയില്ല സാറേ. അത്ര കഷ്ടത്തിലാണ് ഞാൻ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചല്ല. ആരാന്റെ പണിയെടുത്ത് മക്കളെ വളർത്തിണ്ടാക്കി അവരെ നിലയ്ക്ക് എത്തിച്ചു തന്നെ. അപ്പൊ അവര് പറയണു ഞാൻ അവര് പണിയെടുത്താ ജീവിച്ചെന്ന് പറയണു. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. വളരെ കഷ്ടപ്പെട്ടിരുന്നു. ഭർത്താവ് ഉണ്ടായിരുന്ന വെറും കുടിച്ചു നടന്ന് വീട് നോക്കാത്ത ഒരാളായിരുന്നു. തല്ലും കുത്തും ചവിട്ടും കൊണ്ട് അങ്ങ് അതിൽ കടന്ന് മക്കളെ വളർത്തിണ്ടാക്കി ഈ നിലയ്ക്ക് എത്തിച്ചു. ഇപ്പൊ അമ്മേനെ വേണ്ട അറിയും. ഈ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ വിചാരിക്കും, സമാധാനം എനിക്ക് മക്കളുണ്ടാവാത്തത്, കല്യാണം കഴിയാത്തത് ആലോചിച്ചു ഞാൻ. ഇവിടെ വന്നപ്പോ എനിക്ക് ഈ അമ്മയുടെ സങ്കടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെ കല്യാണം കഴിക്കാത്തതും കുട്ടികളുണ്ടാവാത്തതും സന്തോഷം അല്ലെങ്കിൽ അതും ഞാൻ സഹിക്കണ്ടേ? സഹിക്കാൻ പറ്റില്ല സാറേ. അത്ര ഞാൻ എന്റെ കൂടപ്പുറപ്പിനെ സ്നേഹിച്ചു. കാലം കൊണ്ട് തട്ടുന്ന പോലെ എന്നെ തട്ടി മാറ്റിയത്. പക്ഷെ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, 2-3 കൂട്ടുകാരുണ്ട്. അവരാണ് എന്നെ നോക്കുന്നത്. ഞാൻ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന് പറയുന്നത് അതാണ് ഞാൻ. എന്റെ ചെറുപ്പം മുഴുവനും ചോരയും നീരും എന്ത് പണിയെടുത്തിട്ടും ഞാൻ. അച്ഛൻ മരിച്ചു, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മേനെ എല്ലാരും തട്ടി, പക്ഷെ ഞാൻ തട്ടിയില്ല. എന്നെ എല്ലാരും തട്ടി. കാണാൻ ഭംഗിയില്ല, പൈസ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കറുത്തിട്ടാണ്, ഇതൊക്കെയാണ് അവരുടെ ഇത്. പക്ഷെ എന്റെ മനസ്സ് വെളുത്തിട്ടാ, അതെനിക്കറിയാം. സങ്കടം ഒരുപാടുണ്ട്. അത് ഓർക്കുമ്പോ എനിക്ക് മക്കളെക്കാട്ടിൽ സങ്കടം. എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാ. കൃഷ്ണമണിക്ക് എന്തെങ്കിലും പറ്റുമ്പോ നമ്മളിപ്പോ തട്ടിട്ടില്ലേ അവര് എന്ന് പറഞ്ഞു. ഇപ്പോഴും അതെന്റെ ചേച്ചിമാർ 2-3 ചേച്ചിമാരെ ക്യാൻസറായിട്ട് മരിച്ചു, ഏട്ടനും മരിച്ചു. നമ്മളെയൊക്കെ കുട്ടിക്കാലം മുതല്, അതായത് പ്രസവിച്ച് ഒരമ്മ നമ്മളെ പ്രസവിച്ച് ജനിച്ച് ആ അമ്മയുടെ മാറത്തേക്ക് വീണ് വളർന്നു വന്ന് നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രായമാകുമ്പോൾ, അതിനുള്ള പക്വതയാവുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമൊക്കെ വരുമ്പോൾ അമ്മമാരെ ഇതേപോലെ കാണിച്ചേ ഒരേ അന്തേവാസ കേന്ദ്രങ്ങളിൽ കൊണ്ട് തള്ളും, അല്ലേ? അതെ. ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, ഈ അമ്മയുടെ മാത്രം ജീവിതമല്ല, ഇവിടെയുള്ള അന്തേവാസി കേന്ദ്രങ്ങളിൽ കഴിയുന്ന ഓരോ അമ്മമാരുടെയും വേദനയാണ് ഈ അമ്മയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്, അവർ ഷെയർ ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യവും ഈ അമ്മയുടെ മക്കളോടല്ല, ഇതുപോലെ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്ന, ഞാൻ എന്റെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ തെറി വിളിച്ച് സംസാരിക്കും ചില സമയത്തൊക്കെ, പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് അമ്മമാരിയ്ക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ഈ ശാപങ്ങളൊക്കെ അവർ ശപിക്കില്ല, പക്ഷെ അവരുടെ കണ്ണീരുണ്ടല്ലോ, അത് ശാപമായി മാറുന്ന ഒരു സമയം ഉണ്ടാവും. നിങ്ങളിനി എത്ര കോടികൾ ഉണ്ടാക്കി എത്ര സുഖിച്ച് ജീവിച്ചാലും ഈ അമ്മയുടെ കണ്ണിൽ നിന്നിരുന്ന കണ്ണീരുണ്ടല്ലോ, ഈ അമ്മയുടെ അല്ല, ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണിൽ നിന്നിരുന്ന കണ്ണീര്, അതിന്റെ ഒരു തുള്ളി മതി നിങ്ങൾ നശിച്ച് വെണ്ണീറായി ഇല്ലാതാവാൻ. പക്ഷെ അമ്മമാരത് അങ്ങനെ ചെയ്യില്ല, പ്രാഗില്ല, ശപിക്കില്ല. അതാണ് അമ്മമാരെന്ന് പറയുന്നത്. ഇനിയുള്ള ലോകത്ത് ഇത് കണ്ടിട്ടെങ്കിലും നാളെയും മറ്റന്നാളും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവും. നിങ്ങളൊന്ന് സെറ്റിൽ ആവുമ്പോൾ അമ്മയെ നിങ്ങൾക്ക് വിദേശത്ത് പോകണം, നിങ്ങളെ മക്കളെയും ഭാര്യയും നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അടുത്ത വർഷം അമ്മയെ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളാം എന്ന് പറയുന്ന, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഈ വാക്ക് കുറിച്ചിട്ടോ, ഇവരുടെ കണ്ണീരുണ്ടല്ലോ നശിച്ച് വെണ്ണീറാവും.
അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള അമ്മമാരെ സംരക്ഷിക്കുക തന്നെ വേണം. അതിന് എന്ത് നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംരക്ഷിക്കുക. തീർച്ചയായും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അമ്മമാരെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു റൂം കൂടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കണം അഡ്വാൻസ് ആയിട്ട്. അത് നിങ്ങൾക്കുള്ളതാണ്.